ஹாய் மக்களே, வணக்கம். எல்லாருக்கும் எப்படி இருக்கீங்க? சௌக்கியமா? எனக்கு சௌக்கியமே இல்லை மக்களே, எனக்கு ഭ്രാന്തായി പോച്ച്. അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. ക്ലാസ്സും എക്സാമും ആകെ മൊത്തത്തിൽ അങ്ങ് ചടപ്പായി ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. എനിക്ക് കുറച്ച് സുഖമില്ല, മനസ്സിന് കുറച്ച് സുഖം കുറവാണ് കേട്ടോ ഇപ്പോൾ. കാരണം ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മുന്നോട്ട് പോകും തോറും നമ്മളുടെ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ ചില സമയത്ത് ഇങ്ങനെ താഴോട്ട് പോകുന്നുണ്ട്, എങ്കിലും ഞാൻ പിടിച്ച് കയറ്റാനെങ്കിലും നോക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെയൊക്കെ ഒരു ടൈറ്റ്നെസ്സും സ്ട്രെസ്സും അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തൊക്കെ വിശേഷം? ഇന്നലത്തെ എക്സാം എല്ലാവരും ഓഫ്ലൈനായിട്ടാണോ എഴുതിയത് അതോ ഓൺലൈനായിട്ടാണോ എഴുതിയതെന്ന് കമൻറ്റ് ചെയ്യാം. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമൊക്കെ? എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്ക് വർക്ക് എനർജി പവറിൽ ആ ഒരു എനർജി കൺസർവേഷൻ്റെ ആ ഒരു ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എനിക്ക് എപ്പോഴും തെറ്റാറുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ കമ്പയറിങ് ടു 17th നടന്ന എക്സാം, 17th വർക്ക് എനർജി പവർ ആയിരുന്നല്ലോ, ആ ചാപ്റ്റർ മാത്രമായിരുന്നല്ലോ ഉണ്ടായിരുന്നത് എക്സാമിന്, ഫിസിക്സിന്. ഇത് മോഡൽ എക്സാം ആയിരുന്നല്ലോ ഇന്നലത്തെ. അപ്പോൾ ആ കമ്പയറിങ് ടു 17th എക്സാം വെച്ച് നോക്കുമ്പോൾ സമയത്ത് കുറച്ചും കൂടെ സിമ്പിളായിരുന്നു ഈ 31 നടന്ന എക്സാം. ഫിസിക്സ് എനിക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്ന് പറയാം. അത് എനിക്കൊരു ഹാഫ് കോൺഫിഡൻസ് വന്നു ഫിസിക്സിൽ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്നത് ബയോളജിയാണ്. എനിക്കറിയില്ല, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും എനിക്ക് ഒത്തിരി നെഗറ്റീവ് ഇപ്രാവശ്യം വന്ന്. കാരണം എൻ്റെ ശ്രദ്ധയില്ലായ്മ ആണ് മെയിനായിട്ടുള്ളൊരു റീസൺ. ഞാൻ ക്ലാസ്സിലെത്തിയപ്പോൾ എന്തൊക്കെയോ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ചിന്തകളൊക്കെ കടന്നു വരുന്നത്. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാതെയായിരുന്നു പോയിരുന്നത്. അപ്പോൾ വിശപ്പ് നല്ലോണം ഉണ്ട്. അപ്പോൾ വിശന്നിട്ട് എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. പിന്നെ വെയിലൊക്കെ കൊണ്ട് പോയതുകൊണ്ട് തന്നെ തലവേദന എടുക്കുന്നത്, ഞാൻ എൻ്റെ ഗ്ലാസ് എടുക്കാൻ മറന്നിട്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല ക്വസ്റ്റ്യൻസ് ഒന്നും. അങ്ങനെ കുറേ റീസൺസ്, ഇതൊക്കെ എനിക്കറിയാം മാനിപ്പുലേഷൻസ് ആണ് ഇതൊക്കെ. പക്ഷേ ഇതൊക്കെ കാരണം എൻ്റെ ബയോളജി കുറേ നെഗറ്റീവ് വന്നു കഴിച്ച്. ഞാൻ ഫിസിക്സ് നന്നായിട്ട് അറ്റൻഡ് ചെയ്തു, കെമിസ്ട്രി പിന്നെ ഓക്കെ കുഴപ്പമില്ല. പക്ഷേ ബയോളജി, എല്ലാവർക്കും ബയോളജി സിമ്പിളാണെന്നാണ് പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ബയോളജി സിമ്പിളാണ്. പക്ഷേ എൻ്റെ ചില കെയർലെസ് മിസ്റ്റേക്കുകൾ കാരണം ബയോളജിയിൽ കുറേ നെഗറ്റീവ് വന്നു. കഴിഞ്ഞ തവണ എനിക്ക് 23-ാം തീയതി അല്ലേ ലാസ്റ്റ് ഉണ്ടായത്? അതെ. അപ്പോൾ ആ ഒരു എക്സാമിന് എനിക്ക് നെഗറ്റീവ് ആകെ 3 വന്നിട്ടുള്ളൂ ബയോളജിക്ക്. പക്ഷേ ഇപ്രാവശ്യം അതിൻ്റെ 3-4 ഇരട്ടി നെഗറ്റീവാണ് എനിക്ക് വന്നത്. എന്ത് ചെയ്യാനാ? പിന്നെ ഞാൻ ഓൺലൈനായിട്ട് എഴുതുമ്പോൾ കൊടുക്കുന്ന ആ ഒരു അറ്റൻഷനും ഓഫ്ലൈനായിട്ട് പോയിട്ട് എഴുതുമ്പോൾ എക്സാമിന് ഞാൻ കൊടുക്കുന്ന ആ ഒരു അറ്റൻഷനും രണ്ടും വളരെ വ്യത്യസ്തമാണ്. കാരണം ഓഫ്ലൈനായിട്ട് എഴുതുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീലാണത്. അതെങ്ങനെ പറയേണ്ടത് എനിക്കറിയില്ല. അപ്പോൾ പരമാവധി നിങ്ങൾക്കൊക്കെ പറ്റുമെങ്കിൽ ഓഫ്ലൈനായിട്ട് തന്നെ പോയിട്ട് എഴുതാൻ നോക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോഴേ അത് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പം അങ്ങനെ ഒരുപാട് കുട്ടികളൊന്നുമില്ല, കാരണം ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലുള്ളൂ. പക്ഷെ എന്നാലും ആൾക്കാരുണ്ട്. പക്ഷേ ലാസ്റ്റ് ജനുവരി ആ ഒരു സമയത്ത് മോഡൽ എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഓഫ്ലൈൻ സെൻറ്ററിൽ പോകുന്ന സമയത്ത് ഒത്തിരി കുട്ടികളുണ്ടാവും, വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. പിന്നെ എനിക്ക് ഓഫ്ലൈനായിട്ട് എഴുതാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, എല്ലാ എക്സാമും ഓഫ്ലൈനായിട്ട് തന്നെ പോയിട്ട് എഴുതണമെന്ന്. പക്ഷേ എല്ലാ സാഹചര്യങ്ങളും എനിക്ക് അങ്ങനെ ഒത്തുവരില്ല. എൻ്റെ വലിയൊരു ബുദ്ധിമുട്ടാണ്, എനിക്ക് ബസ്സിൽ കയറാനേ പറ്റില്ല. എനിക്ക് ബസ്സിൽ കയറിയാൽ ഛർദ്ദിക്കാൻ മുട്ടലും ഒരുമാതിരി തലവേദനയും, എനിക്ക് കുലുങ്ങാനും, അങ്ങനെ കാറിലും കയറാൻ പറ്റില്ല, ബസ്സിലും കയറാൻ പറ്റില്ല. ഇത് രണ്ടും എനിക്ക് സീനാണ് കൈസ്. അതുകൊണ്ട് അത് മാത്രം എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്നൊരു കാര്യം അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ അതിലൊന്നും തളരൂല. നിങ്ങളും അതുപോലെ തളരരുത്. നമ്മൾ മുന്നോട്ട് മാത്രം പോവുക, പിറകിലോട്ട് നോക്കരുത്. ഓക്കെ? അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എന്തെല്ലോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ, നമുക്ക് ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. ബൈ.